സൈബർ ബുള്ളിയിങ്, തെറി പറയുക, തന്തയ്ക്ക് വിളിക്കുക, പന്നിക്ക് വിളിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, ഇങ്ങനെയുള്ള പോരാളി ഷാജിമാരെ പോലെയുള്ള പോരാളി ഷാജിയുടെയൊക്കെ ഭാഷ വളരെ മനോഹരമാണ്, അതിമനോഹരമാണ്. ഇപ്പം ഞാനിത് പറഞ്ഞ് എൻ്റെ വീഡിയോയുടെ അടുത്തും താഴെയും വന്ന് ചിലപ്പോൾ എൻ്റെ തന്തയ്ക്ക് വിളിക്കും, കുഴപ്പമില്ല. അച്ഛന് നമ്മളെന്തായാലും ചെയ്തിട്ട് ഫലം കായ്ക്കുന്ന മരത്തിൽ കല്ലറ കിട്ടുമെന്ന് പറഞ്ഞാലൊക്കെ ചിലപ്പോൾ വന്ന് വിളിച്ചെന്നിരിക്കും. പിന്നെ പോരാളി വാസു, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ CPM ആയിരുന്നു വലിയ അപ്പർ ഹാൻഡ്. ക്യാപ്സൂളുകൾ കൊടുക്കുക, MV ജയരാജൻ്റെ ക്യാപ്സൂൾ കൊടുക്കും. അപ്പോൾ ക്യാപ്സൂൾ രൂപത്തിലുള്ള ക്യാപ്സൂളുകൾ വിഴുങ്ങുക, ക്യാപ്സൂൾ അതുപോലെ തന്നെ വൊമിറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ക്യാപ്സൂൾ പരിപാടികളൊക്കെയാണ് കൊടുത്തത്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അപ്പർ ഹാൻഡാണ് CPM ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് പപ്പടം പോലെ പൊളിഞ്ഞ് പാളിഷാവുന്നതാണ് കണ്ടത്. കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങും BJPയുടെ സൈബർ വിങ്ങും വലിയ റേറ്റിംഗാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അത് പറഞ്ഞതുകൊണ്ട് തന്നെ നികേഷ് കുമാറാണ്, അതായത് തോറ്റവനെ പിടിച്ച് പ്രിൻസിപ്പളാക്കും. എനിക്കറിയത്തില്ല, ഒരു സാറ് പരീക്ഷ എഴുതി തോറ്റ് എങ്കിൽ ഇയാൾ പ്രിൻസിപ്പളാവും പറയും. കളിയിൽ തോറ്റ ആളിനെ പിടിച്ച് കോച്ചാക്കും, അല്ലെങ്കിൽ തോറ്റ ആളിനെ പിടിച്ച് റെഫറി ആക്കും. എന്താണെന്നറിയില്ല. നികേഷ് കുമാർ ഒരു ചാനൽ നടത്തി പൊളിഞ്ഞ് പപ്പടമായി. ആ നികേഷ് കുമാറിനെ പിടിച്ചാണ് സോഷ്യൽ മീഡിയയുടെ ചുമതല കൊടുത്തത്. നികേഷ് കുമാറിന് അത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നികേഷ് കുമാറിനെ മാറ്റണം എന്നുള്ള നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ UDF LDF ജയിച്ചു വന്നാൽ നികേഷിനെ ആരും ഉപദ്രവിക്കുന്നതിലായിരിക്കും. പക്ഷേ LDF തോറ്റാൽ നികേഷ് കുമാറിനെ മാറ്റാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നികേഷ് കുമാറിനെതിരെ അണിയറയിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. AKG സെൻറ്ററിൽ തന്നെ പാർട്ടി സെക്രട്ടറിക്കും MP ഗോവിന്ദ മാഷിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും MA ബേബിക്കും ഒന്നും ഒരു മമതയും മതിപ്പുമില്ലാത്ത രീതിയിലാണ് നികേഷ് കുമാറിൻ്റെ പ്രവർത്തനങ്ങൾ. PR വർക്ക് മുഴുവൻ പൊളിഞ്ഞു. എന്തെല്ലാം PR വർക്ക് ചെയ്തോ അതെല്ലാം പൊളിഞ്ഞു, പപ്പടമായി. കുറച്ച് ഒരാളിനെ കൊണ്ട് പെൻഷൻ പൈസ അങ്ങോട്ട് കൊടുപ്പിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയുന്നു അദ്ദേഹത്തിന് നാടകമായിരുന്നു, അത് അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ് പഠിപ്പിച്ചാണ് ആ പൈസ കൊടുത്ത് വിട്ടത്. അദ്ദേഹം തന്നെ പറയുന്നു, എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടാണ് ഞാൻ ഈ പൈസ കൊണ്ട് കൊടുത്തതെന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റ് ചില സാമൂഹ്യ വിഷയങ്ങളൊക്കെ എടുക്കുന്നു. പിണറായി വിജയൻ്റെ കമലഹാസനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു. അതൊക്കെ പപ്പടമായിപ്പോയി. ഒരു മനുഷ്യരത് കണ്ടില്ല കേരളത്തിൽ. അത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേര് കണ്ടാണ്, പക്ഷേ അതൊക്കെ കൃത്യമായി പൊളിഞ്ഞ് പാളിഷായിപ്പോയി. ആ തരത്തിലുള്ള ഒരുപാട് അനാരോഗ്യകരമായ അല്ലെങ്കിൽ അനവസരത്തിലുള്ള അല്ലെങ്കിൽ സാഹചര്യത്തിന് ചേരാത്ത ഒരുപാട് PR വർക്ക് സോഷ്യൽ മീഡിയയിൽ നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്നു. സകലതും പൊളിഞ്ഞ് പപ്പടമായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നികേഷ് കുമാറിനെ മാറ്റുവാനുള്ള പോകുന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയ CPM വളരെ കൃത്യമായി റീവർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്നത്, ഇപ്പോൾ അഭിൻ വർഗിയെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഷാവി പറമ്പിലിനെ പോലുള്ള ആളുകൾ, ചാണ്ടിയുമ്മനെ പോലുള്ള ആളുകൾ, അങ്ങനെ കോൺഗ്രസിൻ്റെ വലിയൊരു നിര സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കൃത്യമായി കണക്കുകളും കാര്യങ്ങളുമൊക്കെ ആയി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനൊന്നും കഴിയാത്ത രീതിയിൽ പിന്നെ തെറി പറയും. പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോൾ തെറി പറയും, ബഹളം ഉണ്ടാക്കും, അട്ടഹാസം കാണിക്കും. അതിൽ കാര്യമില്ല. ഡേറ്റ വെച്ച്, മെരിറ്റ് വെച്ച് ഒരു സോഷ്യൽ മീഡിയയിലും, അത് ഫേസ്ബുക്ക് ആകട്ടെ, ട്വിറ്റർ ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആകട്ടെ, വാട്സപ്പ് ഗ്രൂപ്പുകളാകട്ടെ, ഒരിടത്തും CPM ഒരു പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പ്രതിരോധമല്ല വേണ്ടത്, പ്രത്യാക്രമണമാണ്. ഒരാക്രമണവും നടത്താൻ കഴിഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയ മുഴുവൻ കോൺഗ്രസും BJPയും കൊണ്ടുപോയി. അതിൻ്റെ ഒരു പശ്ചാത്താപത്തിലായിരിക്കാം CPM ഇതൊന്നും ചെയ്യാതിരുന്നത്. പക്ഷേ എന്തായാലും വളരെ രസകരമാണ്. CPMൻ്റെ കാര്യം ആലോചിച്ചാൽ അവരുടെ സോഷ്യൽ മീഡിയ വിഭാഗം അമ്പേ പരാജയമാണ്. ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നികേഷ് കുമാർ സ്വന്തമായി രാജിവെക്കുമോ, അതോ തെരഞ്ഞെടുപ്പിന് LDF തോറ്റുപോയാൽ നികേഷ് കുമാറിനെ മാറ്റുമോ? നികേഷ് കുമാറിൻ്റെ ഭാവി എന്തായാലും അനിശ്ചിതത്വത്തിലാണ്. അത് അനിശ്ചിതത്വത്തിലായാലും ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിരോധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് CPM. അങ്ങനെ പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല, വളരെ വളരെ ലോ പ്രൊഫൈലാണ് ഓടുന്നത്. അവർക്ക് ഒരു കാര്യത്തിൽ, ഇപ്പോൾ വയനാടിലെ വീടുകൾ വിള്ളൽ വീഴുന്നത്, സമയത്ത് കൊടുക്കാതിരുന്നത്, ഇതൊന്നും അവർക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് BJPയും കോൺഗ്രസും ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് പോലും, BJP പിന്നെ കുറേ കൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംവിധാനവും പണവും ഒക്കെ ഉള്ളതുകൊണ്ട് BJPക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ ഇടിച്ചിടിച്ച് നിൽക്കുന്നുണ്ട് കോൺഗ്രസ്. ഈ രണ്ടിടത്തും CPM സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമുകളിൽ വളരെ മോശമാണ്. കുറേ സൈബർ ബുള്ളിയിങ് നടത്താൻ മാത്രം അറിയാം.
അല്ലെങ്കിൽ കുറച്ച് ഈ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ കയറ്റിവിടാൻ അറിയാമെന്നുള്ള, അല്ലാതെ ഡേറ്റ വെച്ചോ റെഫറൻസ് വെച്ചോ റീൽസ് വെച്ചോ ഒന്നും ഒരു കാരണവശാലും മറ്റ് പാർട്ടികളെ പ്രതിരോധിക്കാൻ CPM-ൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് ഞാനല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ കാർഡുകൾ ഇടുന്നത് വലിയ കാർഡുകൾ, എല്ലാ കാർഡുകളും തിരിച്ചടിയാകുന്നു, അത് പിൻവലിക്കേണ്ടി വരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യാൻ പുതിയ ഒരു ഗൃഹപാഠം തന്നെ, ഒരു ഹോംവർക്ക് തന്നെ CPM ഇനി ചെയ്യേണ്ടിയിരിക്കുന്നു. അതൊരു നികേഷ് കുമാറിൻ്റെ തല ഉരുണ്ടതുകൊണ്ട് മാത്രം തീരുമോ എന്നറിയില്ല. നമുക്ക് കാത്തിരുന്നു കാണാം.